ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിടിലനായിട്ടുള്ളൊരു ഹൈദരാബാദി ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈദരാബാദി മട്ടൻ ബിരിയാണി ഒത്തിരി മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ആ ഒരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹൈദരാബാദി ബീഫ് ബിരിയാണി നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടാതെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കനെ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണിയുടെ മസാല തയ്യാറാക്കുന്നതിന് മുമ്പേ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഫ്രൈ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂണോളം പ്യുവറായിട്ടുള്ള നെയ്യും ഒരു 6 ടേബിൾ സ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 5 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ തവണയായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 1.5 കിലോ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 5 മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമ്പേ ബിരിയാണി വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം കുറച്ച് ചൂടോടെ ഉള്ള ഓയിൽ തന്നെ വേണം ഇതിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളത് ഓയിലിൽ നിന്ന് കോരിയെടുക്കണം. കോരിയെടുത്ത ഉടനെ തന്നെ ഒരു പരന്ന പാത്രത്തിൽ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതായത് ആ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ കൂട്ടിയിടാതെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ള 5 സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. സവാള ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ബീഫിനെ റെഡിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതിവിടെ 1.5 കിലോളം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ബിരിയാണിയിലേക്ക് കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള 1.5 കിലോ ബീഫാണിത്. ഇനി നമ്മളിത് ആദ്യമേ തന്നെ ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒരു 2 മണിക്കൂറോളം നമ്മൾ ഇതിനകത്ത് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് ഇതുപോലൊരു പ്രഷർ കുക്കറാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ പ്രഷർ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ വിസിലടിപ്പിച്ചിട്ടല്ല ബീഫ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിതിപ്പം ഇന്ന് എടുക്കുന്നത് ചുവട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം എന്നുള്ള നിലക്കാണ് ഈ ഒരു പ്രഷർ കുക്കർ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബീഫ് 1.5 കിലോളം ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഒട്ടും തന്നെ എല്ലൊന്നും ഇല്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 1-2 എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണി കുക്ക് ചെയ്ത് കഴിയുമ്പം ആ ഒരു എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി 1-2 എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് കുറച്ച് ഹോൾ സ്പൈസസ് ആണ്. അതായത് പൊടിച്ചെടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് 6 ഏലക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ 6 ഗ്രാമ്പും ഉണ്ട്, 2-3 ചെറിയ കഷ്ണം പട്ടയുണ്ട്, ഒരു 1.5 ടീസ്പൂണോളം ഷാജീരകം ഉണ്ട്, കൂടെ 2 തക്കോലം കൂടെ ഉണ്ട്, അതുകൂടെ ഉണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് 2 മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂണോളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ നിറയെ കൂടെ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവ് വേണം എന്നുള്ളവർക്ക് 3 ടേബിൾ സ്പൂണോളം നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ഒരു 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അങ്ങനെ ചേർത്തിയാൽ മതി. പിന്നെ നമ്മുടെ ബിരിയാണി മസാലയാണ് ഇത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ബിരിയാണി മസാലയുടെ ഈ ഒരു റെസിപ്പി. അപ്പോൾ അതിൽ നിന്നും 1.5 ടീസ്പൂണോളം ബിരിയാണി മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും 2ഉം കൂടെ പേസ്റ്റ് ആക്കി എടുത്തതാണ്. അത് ഏകദേശം നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ബീഫ് ആയതുകൊണ്ട് നമുക്ക് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ വേണം. കൂടെ നമ്മൾ പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. 3 എരിവുള്ള പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാണ്. അത് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് വിസ്ക് ചെയ്ത് എടുത്തതിന് ശേഷം അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമ്മളൊരു 1/4 കപ്പോളം കട്ടിയായിട്ടുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈര് അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാരങ്ങയുടെ നീര് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഐറ്റംസ് നമുക്ക് ചേർക്കാറുണ്ട്, പക്ഷെ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക.
അപ്പോൾ നമ്മളിവിടെ എരിവിന് ചേർത്തിട്ടുള്ള മുളക് പൊടിയാണെങ്കിലും അതുപോലെ തന്നെ പച്ചമുളകും അത് നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ എരിവോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് എരിവ് കുറക്കുന്നതാണ്. അപ്പോൾ കുറേശ്ശെ ഉപ്പ് ചേർത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യത്തെ ഒരു മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും പകുതിയോളം സവാള ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് എടുക്കണ്ട. ഇനി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പകുതിയോളം ചേർക്കുക. കൂടെ നമുക്ക് ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ ഒരു പിടി പുതിനയിലയും രണ്ടും കൂടെ ഒരു പിടി നിറയെ എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഉണ്ടാവും നമ്മുടെ, അതിനകത്ത് ബാക്കി നിൽക്കുന്ന ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അതില്ല എങ്കിൽ മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നമ്മുടെ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ്. അതായത് ഓയിലും നെയ്യും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തില്ലേ, അത് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മളത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇതേ രീതിയിലൊന്ന് വെച്ചിരിക്കുകയാണ്. കാരണം എപ്പോഴും നമ്മൾ ഇതിങ്ങനെ റെഡിയാക്കി ഉടനെ തന്നെ ബിരിയാണി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഞാൻ. അതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഫ് മസാലയൊക്കെ ആയിട്ടൊന്ന് സെറ്റായിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയെടുത്ത് 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം തന്നെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് വെള്ളത്തിൽ നിന്നും റൈസ് ഊറ്റിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തിട്ട് വരുമ്പം നല്ല കറക്റ്റ് ആയിട്ടുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണോളം ഷാജീരകം ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 5-6 ഏലക്ക, അതുപോലെ തന്നെ 5-6 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കോലം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് കൂടെ നമ്മുടെ ബേ ലീഫ് കൂടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിലിപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിയിട്ടില്ല. ഈ ഒരു വെള്ളം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മളിന്നിവിടെ 1.5 കിലോ ബീഫും അതുപോലെ തന്നെ 1.5 കിലോ റൈസും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുതിർത്ത് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. എപ്പോഴും നമ്മൾ ഹൈദരാബാദി ബിരിയാണി ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ബസ്മതി റൈസ് വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് കുറച്ച് അത്രയും തിന്നായിട്ടുള്ള ഒരു റൈസ് അല്ല, കുറച്ചും കൂടെ ഒരു കട്ടിക്ക് തോന്നിക്കുന്ന ഒരു റൈസാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഹൈദരാബാദി ബിരിയാണിൻ്റെ സെയിം ടേസ്റ്റും ആ ഒരു റൈസിൻ്റെ ടെക്സ്ചറൊക്കെ കിട്ടുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് റൈസ് വെച്ചൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് റൈസ് ചേർത്തിയിട്ടുണ്ട്. റൈസ് ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ റൈസ് നമുക്കൊരു 1/4 ഭാഗത്തോളം മാത്രം കുക്കായാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്താണ് കുക്കാവേണ്ടത്. അപ്പോൾ റൈസ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കുക. പെട്ടെന്ന് അങ്ങ് കട്ടായി പോകുന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 1/4 ഭാഗത്തോളം തന്നെ കുക്കായിട്ടുണ്ടാവും. അതെല്ലാം നമ്മളിങ്ങനെ അരി കടിക്കുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് തന്നെയാണെങ്കിൽ കുറച്ചും കൂടെ സമയം നമ്മൾ വേവിക്കണം. ഇത് കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയത്ത് കുക്ക് ചെയ്യാം. ഇത് ഏകദേശം നമ്മുടെ റൈസ് ഒരു 75% തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പാകത്തിന് അത് കുക്കായിട്ട് കിട്ടും. ഇനി നമ്മളിത് ഊറ്റിയെടുത്തതിന് ശേഷം, അതായത് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളൊരു ഒറ്റ സ്ട്രെയിനറിൽ അങ്ങനെ ഊറ്റിയെടുക്കരുത്. കാരണം ആ ചൂട് കിടന്നിട്ട് വീണ്ടും നമ്മുടെ റൈസ് കുക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-2 പാത്രത്തിലായിട്ട് വേണം നമ്മളത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാൻ. അതായത് കൂടുതലുണ്ടെങ്കിൽ 1-2 പാത്രത്തിലാണ് നമ്മൾ ഊറ്റിയെടുത്തിട്ട് ഇത് മാറ്റി വെക്കുന്നത്. അപ്പോൾ റൈസ് നമ്മൾ ആ ഒരു രീതിയിൽ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത്, നമ്മളിപ്പം ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ വിസിലടുപ്പിച്ചിട്ടല്ല കേട്ടോ ബീഫ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ബൗളിന് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുള്ളതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്തി കുലുക്കിയെടുത്തതാണ് കേട്ടോ. അതാണ് ഇതിങ്ങനെ മിക്സഡായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ബീഫിൽ. പിന്നെ വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ഇൻ കേസ് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ അതിൻ്റെ ഉപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബീഫ് വേവിക്കുന്നത്. ഈ
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സാധാരണ നമ്മൾ ബീഫ് പ്രഷർ കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് വേവിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു വാഷറും അതുപോലെ തന്നെ ഈ ഒരു വിസിലും എല്ലാം മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ചുവട് കട്ടിയായിട്ടുള്ളൊരു പാത്രം ആയതുകൊണ്ടും കൂടുതൽ സമയം നമ്മളിത് ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു 4-5 മിനിറ്റ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റായി. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബീഫ് ഇങ്ങനെ കുക്കായി വരുന്ന സമയമാകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ബീഫിലേക്ക് എരിവ് അതുപോലെ തന്നെ ഉപ്പൊക്കെ പിടിക്കുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുക അപ്പോഴാണ്. അപ്പോൾ നോക്കുമ്പം കുറച്ച് എരിവിന് കുറവ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളകും കൂടെ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി, ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളക് കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബീഫ് വേവിക്കുമ്പം അത്യാവശ്യം നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മിനിമം എന്തായാലും എടുക്കും. കാരണം അത്യാവശ്യം ബീഫിന് നമുക്ക് കുക്കിംഗ് ടൈം ഉള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളിത് പ്രഷർ കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് നല്ല ടൈറ്റായി ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ വിസിലടുപ്പിക്കുകയാണെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം ബീഫ് വേവുന്ന രീതിയിൽ ചെയ്യുക. ബാക്കി നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ അതിനകത്തുള്ള വെള്ളം വറ്റിച്ചിട്ട് എടുക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ അത് ബീഫ് അത്യാവശ്യം കുക്കായിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിനകത്തുള്ള വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം. അതായത് കുറച്ച് ഗ്രേവി അതിനകത്ത് വേണം കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് ഗ്രേവി ഇതിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് ദം ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഗ്രേവി ഇല്ലെങ്കിൽ മസാല അടിയിൽ പിടിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ റൈസും ഈ ഒരു മസാലയും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കുക, ചുവട് കട്ടിയായിട്ടുള്ള വലിയ പാത്രം എടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ചൂടാക്കുന്നതിന് മുമ്പ് ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കിയിട്ട് വെക്കണം. ആദ്യം കുറച്ച് പ്യുവറായിട്ടുള്ള ഗീ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് പാലാണ്. ഇത് നമ്മൾ ചൂടാക്കി എടുത്തിട്ട് ചൂട് ചെറുതായിട്ടൊന്ന് പോയിട്ടുള്ള പാലാണ് കേട്ടോ. ചെറിയൊരു വാം മിൽക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് വാം മിൽക്കിലേക്ക് കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ നേരത്തെ, അതായത് നെയ്യും അതുപോലെ തന്നെ പാലിൻ്റെ ആ ഒരു മിക്സും കൂടെ നമ്മൾ ആദ്യമേ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബീഫിൻ്റെ മസാലയിൽ നിന്നും പകുതിയോളം ബീഫ് മസാല നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ താഴെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഒരു ബീഫിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയിൽ നിന്നും കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില അതുപോലെ തന്നെ പുതിനയില എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് ഇതുപോലെ നിരത്തി ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ഒരു ലെയറായിട്ട് നമ്മുടെ ഈ ഒരു റൈസ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സാഫ്രോൺ മിൽക്ക് കുറേശ്ശെ 1-2 ടീസ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും കഴിഞ്ഞിട്ട് തൂവി കൊടുക്കുക. കൂടെ നമ്മുടെ പ്യുവറായിട്ടുള്ള ഗീന്ന് എടുത്തിട്ടും കുറേശ്ശെയായിട്ട് എല്ലാ ഭാഗത്തേക്കും തൂവി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ബിരിയാണി മസാല കൂടെ കുറേശ്ശെ ഒരു 1/4 ടീസ്പൂൺ അതല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ബിരിയാണി മസാല കൂടെ തൂവി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ ബീഫിൻ്റെ മസാല കറക്റ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അതായത് ഗ്രേവിയോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും അതിൻ്റെ കൂടെ നമ്മുടെ മല്ലിയില അതുപോലെ തന്നെ പുതിനയില എല്ലാം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി വന്നിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ 2 തവണയായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതല്ല കുറച്ചേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഒറ്റ ലെയറായിട്ട് തന്നെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ ബാക്കിയുള്ള റൈസ് കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നമ്മുടെ സാഫ്രോൺ മിൽക്കും ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും അതുപോലെ ബിരിയാണി മസാലയും ഗീയും അതുപോലെ മല്ലിയില പുതിനയില എല്ലാം കൂടെ ചേർത്തിട്ട് അടുത്ത ലെയറും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോഴൊന്നും നമ്മളിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മല്ലിയില പുതിനയില കൂടെ ചേർത്തി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് ഇതിൻ്റെ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് എടുക്കുകയാണ്. പൊട്ടും തന്നെ സ്റ്റീം പോവാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്ലോസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ മൈദമാവ് ഒട്ടിച്ചിട്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ടവൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കവർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മളിത് ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ ഫ്ലെയിമിൽ വെക്കുന്നില്ല. കാരണം ഡയറക്റ്റ് ഹീറ്റ് തട്ടുമ്പോൾ ചിലപ്പോൾ ഒത്തിരിയൊന്നും ഗ്രേവി നമ്മുടെ മസാലക്കകത്തില്ല, അടി പിടിക്കാൻ ചാൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ചുവട് കട്ടിയായിട്ടുള്ളൊരു തവ എടുത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കുക. അത്യാവശ്യം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന തവയുടെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ 5 മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക്, അതായത് നമ്മുടെ ഫ്ലെയിമിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ദം ചെയ്തിട്ട് എടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ബിരിയാണി നമ്മൾ 10-25 മിനിറ്റോളം ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്നും ചെറിയൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതല്ലാണ്ട് നമ്മൾ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു റൈസിൻ്റെ പെർഫെക്ഷൻ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പതിയെ ഇങ്ങനെ മുകളിൽ നിന്നും റൈസ് മാറ്റിയെടുത്തിട്ട് അങ്ങനെ ബീഫ് പതിയെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം നമുക്കിതിങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ കുറച്ചും കൂടെ നല്ലതാണ്. ബിരിയാണി അങ്ങ് ഇരുന്ന് സെറ്റ് ആയിക്കോളും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണീസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബിരിയാണി മട്ടൻ കൊണ്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അത് നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. പക്ഷേ ബീഫ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പോപ്പുലർ ആയിട്ടുള്ളത് മട്ടനാണെന്ന് മാത്രമല്ല നമ്മൾ ഈ ഒരു ബിരിയാണി ചെയ്യുമ്പം അത്യാവശ്യം കുറച്ച് സ്പൈസസ് ഒക്കെ ചേർക്കണം, കുറച്ച് എരിവൊക്കെ വേണം. അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പം അത്യാവശ്യം കുറച്ച് എരിവോട് കൂടിയിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബീഫ് ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്യുമ്പം അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.